ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാനൊരു കാര്യം ഇമാജിൻ ചെയ്തു. അങ്ങനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടം തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ സങ്കടത്തിന്റെ സ്റ്റാറ്റസ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മള് ഒരു യാത്ര പോവാണ്. അപ്പൊ ഈ യാത്ര ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരാളുണ്ട്. വളർന്നു വലുതായ ഒരാള് നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും കൊഞ്ചിയും കുറുമ്പ് കാണിച്ചും നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സന്തോഷിപ്പിച്ചും സങ്കടപ്പെടുത്തിയും നമ്മുടെ കൂടെ 18 വയസ്സ് വരെ നമ്മുടെ നിഴലായിട്ട് ഉണ്ടായിരുന്ന ഒരാള്. ഒരു മൊമെന്റ് വരും. ആ മൊമെന്റ് എന്ന് പറയുന്നത് ഇത്തിരി ബിഗ് മൊമെന്റ് ആയിരിക്കും. നമ്മുടെ കൂടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് അവർ ചേക്കേറുന്ന ഒരു ദിവസം. ചിലപ്പോൾ അത് കോളേജിലേക്കായിരിക്കും, ചിലപ്പോൾ അത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരിക്കും, ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ആ ഒരു യാത്രയപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങളൊക്കെ ചിലപ്പം ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ കടന്നു പോയിട്ടുണ്ട്. 20-ാം വയസ്സിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്നത്. അതൊരു വലിയ മൊമെന്റ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗസ്റ്റിനെ പോലെയാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ളത്. പലപ്പോഴും വരും പോകും. ഇപ്പൊ കംപ്ലീറ്റ് മാറി, എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന ഒരാളായി മാറി. അപ്പം ആ ഒരു പ്രോസസ്സ് ഭയങ്കര വലുതാണ്. അപ്പം നമുക്കും ആ ഒരു ദിവസം വരും അല്ലെ, നമ്മുടെ കുട്ടി നമ്മളെ വിട്ടു പോകുന്ന, നമ്മളെ അവസാനം അവനെ കോളേജിൽ കൊണ്ടേയാക്കിയിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് കൊണ്ടേയാക്കി നമ്മൾ ബൈ ബൈ പറഞ്ഞു പോകുന്ന, തിരിച്ചു നടക്കുന്ന ആ ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദിവസം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആദ്യമായിട്ട് അവരെ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് തിരിഞ്ഞ് നടന്നു പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഉണ്ടാവുന്ന കുറെ ആലോചനകൾ, അല്ലെങ്കിൽ അവസാനമായിട്ട് നമ്മളവരെ അമർത്തി ഒന്ന് ഉമ്മ വെച്ച് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ വിളിക്കാൻ കേട്ടോ എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോരുമ്പോ അവരും തിരിഞ്ഞ് നടന്നു പോരുന്ന ആ ഒരു സമയം, അത് ആലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിർത്താൻ പറ്റാത്ത സങ്കടം വന്നത്. അന്ന് ആ കുട്ടി ആരായി മാറിയിട്ടുണ്ടാവും? അവരിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം എന്തായിരിക്കും? അവര് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവോ? മുടി എത്ര നീളം ഉണ്ടാവും? എന്ത് കളറായിരിക്കും അവരുടെ ഹെയറിന് അവരടിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ബാഗ് എന്തായിരിക്കും? അവരുടെ ചോയ്സസ് എന്തൊക്കെയായിരിക്കും? അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? അവര് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണോ? അവർക്ക് ഓണസ്റ്റി ഉണ്ടാവുമോ? അവർ സന്തോഷത്തോടുകൂടി വളരുന്ന ഒരു കുട്ടിയായിരിക്കോ? ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു കുട്ടിയായിരിക്കോ? അവര് ശരിക്കും ആര് ആയിരിക്കും? വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് കോളേജിന്റെ പടികൾ കയറി നമ്മളോട് വലിയ സന്തോഷത്തോടുകൂടി കൈയൊക്കെ കാണിച്ച് നടന്നു പോകുന്ന അവരെ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഇച്ചിരി ആശ്വാസം വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു സമ്മാനം അതെന്തായിരിക്കും? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന എ ഹ്യൂജ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാനില്ലാത്തത് നമ്മുടെ പ്രസൻസ് ആണ്. നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഹാഫ് അറ്റൻഷൻ ആണ്. നമ്മൾ എപ്പോഴും മൾട്ടി ടാസ്കിങ്ങിലായിരിക്കും. നമ്മൾ അവർക്ക് പറയാനുള്ള കഥകൾ കേൾക്കും. നമ്മൾ പാത്രം കഴുകിക്കൊണ്ടോ തുണി മടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ അവർക്ക് പറയാനുള്ള കഥകൾ കേൾക്കുന്നത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എപ്പോഴും മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഇടപെട്ടുകൊണ്ടായിരിക്കും. അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അവരുടെ കൂടെ കളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവര് ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് പോയി ഇരുന്നിട്ട് അതിൽ ക്യൂരിയസ് ആയിട്ട് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവര് കളിക്കുന്നതിന്റെ ഇടയിൽ പോയി ഇരുന്നിട്ട് അവരോട് എന്താ കളിക്കുന്നത്, ഞാനും കൂടെ കൂടട്ടെ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ കൂടുമോ എന്ന് ചോദിക്കുന്ന കുട്ടീൻ്റെ കൂടെ ഞാൻ ഇപ്പൊ വരാം, 5 മിനിറ്റിൽ എൻ്റെ പണി തീർക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് ആ 5 മിനിറ്റ് അരമണിക്കൂറായി, 1 മണിക്കൂറായി, പിന്നീട് ആ കുട്ടി ആ കളിയുടെ കാര്യം മറന്നുപോയി, നമ്മളും മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ടോ? ഇതിനെയൊക്കെ പ്രസൻസ് എന്നല്ല പറയുന്നത്, അബ്സെൻസ് എന്നാണ്. എന്നാൽ പ്രസൻസ് എന്ന് പറയുന്നത്, ഷോയിങ് അപ്പ് ഫോർ യുവർ ചൈൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് അവനോട് ക്യൂരിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, അവർക്കൊരു പ്രശ്നമുള്ളപ്പോൾ അവർക്കൊരു ആവശ്യമുള്ളപ്പം അവരുടെ കൂടെ പോയിരുന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്നത്, ക്യൂരിയസ് ആകാൻ പറ്റുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, കളിക്കാൻ പറ്റുന്നത്, വായിക്കാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കൂടെ കളിക്കാൻ പറ്റുന്നത് ഒക്കെ പ്രസൻസ് ആണ്. ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സെക്യൂർ അറ്റാച്ച്മെന്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ അന്നൊരു ദിവസം എത്തും, ആ ദിവസം നിങ്ങൾ അവനെ തനിച്ചാക്കി തിരിച്ചു നടന്നു പോകുന്ന സമയത്ത് ആശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഐ ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ ഒരല്പം സമയം ഒരു ദിവസം ഉണ്ടായിരിക്കണം.
ദിവസത്തിൽ ഒരു അരമണിക്കൂർ അത്രേ ആവശ്യമുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ ഒരു അരമണിക്കൂർ മറ്റൊരു ഇന്ററാക്ഷനും ഇല്ലാതെ, മറ്റാരെ പറ്റിയും ചിന്തിക്കാതെ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി ആ കുട്ടീനെ സോഷ്യലി ഇമോഷണലി ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രം മതി അവനവൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത് അവിടെ അവന് നേർച്ചർ ആവാൻ വേണ്ടിയിട്ട്, സെക്യൂർഡ് ആവാൻ വേണ്ടിയിട്ട്, ഇൻസെക്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട്, കോംപ്ലക്സിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട്, ഇമോഷണലി ഹൈലി സെൽഫ് എസ്റ്റീം ഉള്ള ഒരു കുട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റന്റ്ലി ഷോപ്പ് ചെയ്യുന്ന ഒരു കെയർ ഗിവർ ഉള്ള ഒരു കുട്ടി മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇമോഷണലി, സോഷ്യലി, എഡ്യൂക്കേഷണലി, റിലേഷണലിയും ഭയങ്കരമായിട്ട് ഹൈ ലെവൽ പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മുടെ സ്റ്റഡീസിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് അറിയാവുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരിത്തിരി സമയം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരിക്കും അത് നമ്മുടെ തന്നെ വലിയ പ്രശ്നമായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. പക്ഷെ ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നിട്ടും നമുക്ക് മാറ്റിവെക്കാൻ ഇല്ല എന്ന് പറയുന്നത്, അതൊന്ന് ആലോചിച്ച് നോക്കും എത്ര സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നീട് 18 വയസ്സായി അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവർക്ക് അവിടെ പല ഇഷ്യൂസിലേക്കും വരുന്ന സമയത്ത് നമുക്ക് റിഗ്രറ്റ് വരാൻ പോകുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അവന് ഇതുപോലെ ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷെ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അവൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവില്ലായിരുന്നല്ലോ എന്ന്. ഷോയിങ് അപ്പ് ഫോർ യുവർ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് അതിന് പ്രത്യേക ടാക്ടിക്സുകളൊന്നും ഞാനിതിൽ പറയാത്തത്. ഇതിൽ ഉൾപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അവരെ എങ്ങനെ സൂത്ത് ചെയ്യാം, എങ്ങനെ സെക്യൂർ ആക്കാം, എങ്ങനെ അവരെ സേഫ് ആക്കാം. പക്ഷെ മറ്റു വീടുകളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അവർക്ക് സങ്കടം വരുമ്പോൾ അവരുടെ കൂടെ പോയിരിക്കാനും, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും, അവരോട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ ഉണ്ട്, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നുള്ള റീഅഷ്വറൻസ് കൊടുക്കാനും, ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാനും, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കാനും, അവരോട് എംപതൈസ് കാണിക്കാനും, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും, അവരോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടർ ഓക്കെ ആണ്, നിങ്ങളുടെ മിസ്റ്റേക്സ് ആർ ഓക്കെ, അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോയിങ് അപ്പ് അല്ലെ ബീയിങ് പ്രസന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടി വലുതായി നമ്മൾ അവനെ പറഞ്ഞു വിടുന്ന സമയത്ത് റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഇന്ന് മുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. ജസ്റ്റ് ഷോ അപ്പ് ഫോർ യുവർ ചൈൽഡ്, ജസ്റ്റ് ബി പ്രസന്റ്. അത്രേ ഉള്ളൂ. വരെ സിമ്പിൾ ആണ്. ആ നമ്മൾ കറക്റ്റ് ബോണ്ടിങ് നമുക്ക് കുട്ടികളായിട്ട് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ സങ്കടം വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ആണ്, നമുക്ക് തന്നെ സമാധാനത്തോടു കൂടി അവരെ പറഞ്ഞു വിട്ട് തിരിച്ച് വണ്ടി കയറാൻ പറ്റും.